ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര-ദിണ്ടിക്കൽ ദേശീയപാതയിൽ പീരുമേടിന് സമീപം 55-ാം മൈലിൽ KSRTC ബസും കോളേജ് ബസും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ 15ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് GRK സ്പൈസസ് ഓപ്പോസിറ്റ് KCB കട്ടപ്പന. കൊട്ടാരക്കര-ദിണ്ടിക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാറിനും പീരുമേടിനുമിടയിൽ 55-ാം മൈലിലാണ് അപകടമുണ്ടായത്. കോട്ടയത്ത് നിന്ന് കുമളിക്ക് പോവുകയായിരുന്ന KSRTC ബസും കുമളി ഭാഗത്ത് നിന്ന് പെരുവന്താനത്തേക്ക് പോവുകയായിരുന്ന പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിലെ ബസുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ 15ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ സമയം ഇതുവഴി കടന്നുവന്ന വാഹനയാത്രക്കാരും പ്രദേശവാസികളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽ വാഹനങ്ങളുടെ മുൻഭാഗം തകർന്നു. ഈ ഭാഗത്ത് നിരന്തരമായി അപകടങ്ങൾ പതിവായി മാറുന്നതായി പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ ദിവസം ഗ്യാസ് കയറ്റി വന്ന പിക്കപ്പ് വാഹനം മറിഞ്ഞിരുന്നു. സ്കൂളായിരുന്നു തൊട്ടടുത്ത്. കുട്ടിയെ കൊണ്ട് വിട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ സൗണ്ട് കേട്ടു, ബസ് ഇടിക്കുന്ന സൗണ്ട്. ഞാൻ ഉടനെ ബൈക്ക് എടുത്ത് സ്കൂൾ ബസ്സിലെ ഡ്രൈവറും വേറൊരു പയ്യനുമായിട്ട് അടിച്ചുവിട്ട് വന്നിട്ടാണ് ഞാനാണ് ഓട്ടോ വിളിച്ച് ആശുപത്രി കൊണ്ടുപോകേണ്ട. ഇവിടെ എല്ലാം ഒരു 10-15 പേർക്ക് പരിക്കുണ്ട്. ഈ 15 പേരും ഞാനും വന്ന് കുറേ ഓഫീസർ പുറയും വന്ന് ഇവിടുത്തെ കുറേ ജനങ്ങളുമൊക്കെ എല്ലാം ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചു. ആർക്കെങ്കിലും ഗുരുതരമായ പരിക്കുകളുള്ളതായി പ്രാഥമികമായി പറയാൻ പറ്റുമോ? കൈ ഇറങ്ങിപ്പോയിട്ടുണ്ട് അവിടെ കസറ്റ് ഡ്രൈവർക്ക്. പിന്നെ സ്കൂൾ വേല പഠിച്ച പുള്ളിക്കാരും ചെറിയ പരിക്കുണ്ട്. പിന്നെ കുറേ കുട്ടികൾക്ക് നെറ്റിയിലും അവിടെ ശരിക്കും പരിക്കുകളുണ്ട്. 10 പേർ കാണുമെന്ന് തോന്നുന്നു. സ്ഥിരമായിട്ട് ഇവിടെ അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ്. ഈ കഴിഞ്ഞ ആഴ്ച കൂടി ഒരു ഗ്യാസ് വണ്ടി മറിഞ്ഞതാണ്. NHന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ആ സൈഡ് കയറ്റി ചെയ്തു തന്നിട്ടില്ല. അപ്പം വിളിച്ചിട്ടും അവർ ഉത്തരവാദിത്തരഹിതമായിട്ടാണ് മറുപടി പറയുന്നത്. അപ്പോൾ ഈ രാവിലെ ഉണ്ടായ അപകടത്തിൽ എങ്ങനെ പരിക്കുകൾ ഉണ്ട്? കുറേ വിദ്യാർത്ഥികൾക്ക് ഒരുവിധം പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഈ ഭാഗത്ത് അപകടങ്ങളുണ്ടാകാനുള്ള കാരണങ്ങളിലൊന്ന് എന്ന് പ്രദേശവാസികൾ പറയുന്നു. പീരുമേട് പോലീസ് അധികൃതർ, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ റോഡിൽ നിന്നും വാഹനം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ഇന്ന് രാവിലെ 8:20ഓടെയാണ് അപകടമുണ്ടായത്. ഇടുക്കി ലൈവ് ന്യൂസ്, പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് All spices, dry fruits, dry nuts, imported chocolates, imported biscuits, tea and coffee powder, squash and wine, dates. Auspicious flavor for all. GRK Spices opposite KCB Kattapana.